മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകുന്നതിനെക്കുറിച്ച് മന്ത്രിസഭയിലുണ്ടായ ഭിന്നത പുറത്തുവന്നു. കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാർ നീട്ടണമെന്നത് വ്യവസായ വകുപ്പിന്റെ തീരുമാനമാണ്. എന്നാൽ ഈ തീരുമാനത്തിൽ അന്തിമ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല എന്നും കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും തീരുമാനമെടുക്കുകയെന്നാണ് വൈദ്യുതി മന്ത്രി പറഞ്ഞത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും അല്ലേ. ഒരു വ്യവസായിക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ വ്യവസായം വരുന്നതിന് ഒരു ദോഷം വരുമോ എന്നുള്ളതാണ് ഇൻഡസ്ട്രീസിന്റെ അഭിപ്രായം. ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. അന്നൊരു യോഗം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മിനിറ്റ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി CMന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മണിയാർ കരാറിനെ കുറിച്ച് വൈദ്യുതി വകുപ്പും വ്യവസായ വകുപ്പും തമ്മിലുള്ള ഭിന്നത പുറത്തു വന്നതോടെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാർബോറണ്ടം കമ്പനിക്ക് നീട്ടി നൽകുന്നത് കൊള്ളയാണെന്ന് കെ മുരളീധരൻ വിമർശിച്ചു. മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നെടുത്ത തീരുമാനമാണിത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കുന്നതാണ് നല്ലതെന്നും കെ മുരളീധരൻ പറഞ്ഞു. എഗ്രിമെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞാൽ 30 വർഷത്തിനുള്ളിൽ KSEBക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൈമാറുന്ന സമയത്ത് ക്യാബിനറ്റ് നിയോഗിച്ച സബ് കമ്മിറ്റിയായിട്ട് പോയിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നിട്ടാണ് 25 വർഷം കൂടെ നിലവിലുള്ള കമ്പനിക്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. വൈദ്യുതി ബോർഡിലെ ഒരു കരാർ പുതുക്കുന്നത് മന്ത്രിയോട് ചോദിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ മന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം രാജിവെക്കേണ്ടതാണ്.